നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരത്തില് ബ്രസീലിന് അനുകൂലമായിട്ട് ലഭിക്കേണ്ട പെനാൽറ്റി റഫറി കൊടുത്തില്ല എന്നുള്ളത് ഇപ്പോൾ വലിയ വിവാദമായിട്ട് നിൽക്കുകയാണല്ലോ. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ തന്നെ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. വാറിലിരിക്കുന്ന ആളുകളെ കുറിച്ച് ഇവന്മാർ കൊള്ളാമല്ലോ, ദീസ് വാർ ഗൈസ് ആർ ഓസം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഒരുപാട് പെനാൽറ്റി, ഒരു പെനാൽറ്റി അല്ല, അവിടെ പ്ലന്റി ഓഫ് പെനാൽറ്റിക്കുള്ള സാധ്യത ഒറ്റ സംഭവത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്, പെനാൽറ്റിയാണ് എന്നുള്ളൊരു പ്രതികരണമാണ് നെയ്മറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു മീഡിയ പോസ്റ്റിന് താഴെ പ്രതികരിച്ചിരിക്കുന്നത് ബ്രസീലിൽ നിന്നുള്ള ESPN റിപ്പോർട്ട് ചെയ്യുന്നു. ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് നെയ്മറുടെ പ്രതികരണം തീർച്ചയായിട്ടും അവിടെ ഒരുപാട് പെനാൽറ്റികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് പെനാൽറ്റിയാണ്, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ വാർ ഗൈസ് തീർച്ചയായിട്ടും കൊള്ളാമല്ലോ, ഇവർ വളരെ ഓസമാണ് എന്ന് അദ്ദേഹം ലാഫിംഗ് ഇമോജി ഇട്ടുകൊണ്ട് പ്രതികരിച്ചിരിക്കുകയാണ്. ചുരുക്കത്തില് റഫറിയുടെ തെറ്റായ തീരുമാനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മറിൽ നിന്നും വരുന്നു എന്നുള്ളതാണ്. വനിതാ വിഭാഗത്തിലാണ് ഇന്നലെ ഫൈനൽ ഉണ്ടായിരുന്നത്, അതിലാണ് ബ്രസീൽ തോറ്റത്. പക്ഷെ ബ്രസീലിന്റെ ഓരോ കളികളും, അതിപ്പോ പുരുഷ വിഭാഗമായാലും വനിതാ വിഭാഗമായാലും, അവിടുത്തെ ജനങ്ങൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നതാണ്. ഫുട്ബോൾ രക്തത്തിൽ അലിഞ്ഞൊരു ജനതയാണ്. നെയ്മറും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഈ കളി വീക്ഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആ ഘട്ടത്തിൽ തന്നെ റഫറിക്കെതിരെ സ്വീഡിഷ് റഫറി ഒലോഫ്സണും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ആയിട്ട് വന്നിരുന്നവർക്കെതിരെയും ഒപ്പം വാറിലിരിക്കുന്നവർക്കെതിരെയുമാണ് നെയ്മറുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ബ്രസീൽ ടീമിന്റെ കോച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർണർ എലിയാസ് പ്രതികരിച്ചത്, ഒരുപക്ഷെ അടുത്ത തവണയെങ്കിലും കൃത്യമായിട്ട് നിയമം പാലിക്കുന്ന റഫറിയെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് നിർബന്ധമായിട്ടും അത് വാർ ചെക്ക് ചെയ്യേണ്ട സംഭവമായിരുന്നു എന്നാണ് അഡ്രിയാനക്കെതിരെയുള്ള ഫൗളിനെ കുറിച്ച് ഇപ്പം ബ്രസീലിയൻ കോച്ചും പ്രതികരിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.